അപ്പൊ നമ്മള് കുഞ്ഞുമ്മാന്റെ അടുക്ക് പോവാണ് ഗായ്സ്. അങ്ങനെ ഒരു ഓട്ടോ ഒക്കെ വിളിച്ച് കുഞ്ഞുമ്മാന്റെ അവിടെ പോയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് പിന്നെ റെഡി അയച്ച് പുറത്തു പോകാൻ വേണ്ടി നിൽക്കാൻ കേട്ടോ. അപ്പൊ പോണതിന് മുന്നേ അവിടെ ഉള്ള ഒരു ഫാൻസി ഷോപ്പിൽ പോയിട്ട് ഒരു ഗിഫ്റ്റ് മേടിക്കാണ്ടായിരുന്നു. വല്യമ്മയുടെ വക സനക്കുള്ള അഡ്വാൻസ് ബർത്ത്ഡേ ഗിഫ്റ്റ് മേടിച്ചു കൊടുത്തു. ലിപ് ലെയർ ആണ് മേടിച്ചത്. പിന്നെ ബസ് കയറിയിട്ട് നമ്മൾ തൃപ്രയാർക്ക് പോവാണ്. എന്തിനാന്ന് വെച്ചാല് ജൂലൈ 10th കുഞ്ഞുമ്മാന്റെ മോളെ ബർത്ത്ഡേയും ജൂലൈ 11th സനയുടെ ബർത്ത്ഡേ ആണ്. അപ്പൊ രണ്ടുപേർക്കുള്ള ബർത്ത്ഡേ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മള് 1-2 ഷോപ്പിൽ കേട്ട് നമുക്ക് ഒന്നും ഇഷ്ടമായില്ല. പിന്നെ ലാസ്റ്റ് നമുക്ക് ട്രാൻസി കയറിയപ്പോ നമുക്ക് ഇഷ്ടമുള്ളത് കിട്ടി. പക്ഷെ ഈ ട്രൈ ചെയ്ത് നോക്കിയതൊന്നും നല്ല എടുത്തിട്ടുള്ളത് വേറെ ഒരെണ്ണാണ്. അതെന്തായാലും വീഡിയോ വരുമ്പോ നിങ്ങൾക്ക് കാണാം. പിന്നെ അവിടെ നേരെ ഹൈപ്പർ മാർക്കറ്റിൽ കയറിയത്. ഒന്നാമത് ഓഫറുള്ള ദിവസമാണ്. നല്ല തിരക്കുണ്ടായിരുന്നു. നിരങ്ങിയാണ് നമ്മൾ സാധനങ്ങൾ എടുത്തിട്ട് ഇങ്ങനെ പോയിരുന്നു. അത്രയും തിരക്കായിരുന്നു. കുറച്ചധികം സാധനങ്ങളൊക്കെ മേടിക്കാണ്ടായിരുന്നു. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ മേടിക്കായിരുന്നു. അതിന്റെ ഇടയിൽ അനിയന്റെ വക സനയ്ക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതാണ് എനിക്ക് അന്റിക്കൊക്കെ വാങ്ങിച്ചു തന്ന ഗിഫ്റ്റ്, ബർത്ത്ഡേ ഗിഫ്റ്റ്. അങ്ങനെ എല്ലാം മേടിച്ച് കഴിഞ്ഞിട്ട് ബില്ല് ചെയ്യാൻ നിൽക്കണോടത്ത് ഭയങ്കര തിരക്കിക്കുന്നു. ഒരു നീണ്ട ക്യൂ ആയിരുന്നു. അവിടെയും നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് ക്ഷമയോടുകൂടി ഇങ്ങനെ നിൽക്കായിരുന്നു. അങ്ങനെ ലാസ്റ്റ് നമ്മൾ ബില്ലൊക്കെ ചെയ്ത് ഇറങ്ങി ബസ് കയറി നമ്മൾ തിരിച്ചിങ്ങനെ പോരാട്ടോ. സെൻട്രാപ്പിലെത്തിയിട്ട് നമ്മൾ ഓട്ടോയിൽ പോകുന്നു. അങ്ങനെ സെൻട്രലിൽ എത്തിയിട്ട് നമുക്ക് ചിക്കനൊക്കെ മേടിക്കാണ്ടിരുന്നു. അതിന് കയറി പിന്നെ വേറെ ഷോപ്പിൽ കയറിയിട്ട് വേറെ കുറച്ച് സാധനങ്ങൾ മേടിക്കാണ്ടിരുന്നു. അങ്ങനെ എല്ലാം മേടിച്ചിട്ട് നമ്മൾ പോവാണ്. പിന്നെ നമുക്ക് നടന്നു പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ തിന്നണമല്ലോ. അപ്പൊ നമ്മൾ ആ ഒരു ബേക്കറി കയറിയിട്ട് കട്ട്ലേറ്റ് സ്മൂത്തി ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ തന്നെ ചെറുതായിട്ട് ഇങ്ങനെ ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വീടെത്തിയപ്പോ എല്ലാവരും നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു. നമ്മള് സാധനങ്ങളൊക്കെ അവർ കാണിച്ചു കൊടുത്തു. പിന്നെ നെയ്ച്ചായപ്പോ ഫുഡൊക്കെ കഴിക്കാണ്. സനക്കിപ്പോൾ ഉള്ള പരിപാടിയാണ് വാരി കൊടുക്കണം. എന്നാലും അവൾ കഴിക്കുള്ളൂ. അപ്പൊ ഞാൻ അവൾക്ക് വാരി കൊടുക്കണം. അതിന്റെ ഇടയിൽ ആദ്യക്കുട്ടന് വേണമെന്നുണ്ട് അവനക്ക് വാരി കൊടുത്താൽ പത്രമുള്ള ഗൈസ്. ബൈ.